അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ പോവാന്ന് ചായ കുടിക്കാം, അടിച്ച് പൊളിക്കണം. അപ്പോൾ നമ്മൾ വണ്ടി എടുച്ചാൽ പോവാം. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ പറക്കാം. എവിടെ പോകാമെന്നറിയാതെ ഞങ്ങൾ റോഡിൽ കയറി ലെക്ചർ കയറി. അപ്പോൾ ആ സമയം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏത് കടയാണെങ്കിലും നമ്മൾ അവിടെ കയറുക, ചായ കുടിക്കുക. ഓക്കെ, അവിടെ ചായ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ചായ കടയിൽ ഇന്ന് നമ്മൾ ചായ എവിടെ കൊള്ളാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കട കാണിച്ചു തരാം. ഓക്കെ, നല്ല ചായ കഴിക്കണം. അപ്പോൾ സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് പോകുന്നത് അടൂരാണ്. അപ്പോൾ അടൂർ ജംഗ്ഷനിലോട്ടാണ്, KSRTC ബസ് സ്റ്റാൻഡിലോട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുക, അവിടെ പോയിട്ട് നമ്മൾ ചായക്കടയിൽ കയറി നോക്കുക, ചായ അവിടെ ഏത് ചായ എവിടെ. അപ്പോൾ അവിടെ ഏത് രണ്ട് ചായ കുടിച്ചിട്ട് നിങ്ങളുടെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല. ഓക്കെ, ഒരു കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ലൈറ്റൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ അടുത്ത കട വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡ് ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ല കാഴ്ച. അപ്പോൾ ലൈറ്റിന് പറഞ്ഞ ലൈറ്റെല്ലാം മാത്രമേ വേറെ ഒന്നുമില്ല. ഒരു ചെറിയ പതട്ടം അത്രേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ പേടി മാത്രമേ ഉള്ളൂ. காமெடி வேண்டாம், நான் சொல்லிட்டேன். நானு காமெடி பண்ணாத വേറെ ഒന്നുമില്ല, പേടി മാത്രമേ ഉള്ളൂ. ആ പേടി നമുക്ക് പോകണം, അത്രേ ഉള്ളൂ. അതായത് രണ്ടാമത്തെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായി വരും. கமெண்ட் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. உங்களுக்கு வேண்டி அவனை சொல்லி நிறுத்துங்களேன்டா. அவன் நிறுத்துற அந்த லூசுக்கு மட்டும் வந்துட்டே இருக்கான். நாங்க பேசுறோம். ஓகே, எல்லாரும் சப்போர்ட் பண்ணுவோம், எல்லாம் ஃப்ரெண்ட்ஸா இருக்கு. இப்போ நம்ம எல்லாம் ஃபேமிலி ஆயிருக்கு. ஓகே ஓகே गाइस, இனி நாங்க அடூர் போயிட்டு வரோம். KSRTC കസ്റ്റമർ പോയിട്ട് വന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടെ ചായക്കട എന്ന് പറയുമ്പോൾ ഒരു കടയും തുറന്നില്ല. கண்ணு கலங்குது. இல்ல வந்துடுச்சு. சாரி, அழுவுடா எரும மாடு, அழுவுடா. நல்ல வேலை அழுவ. ഒരു കടയില്ല ഗൈസ്. പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഓവർ സ്പോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഇടത്തിലെല്ലാം ആ കടയൊക്കെ അടച്ചു ഗൈസ്. അവിടെ ആളില്ല, പേരില്ല, ഒരാളില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബൈപ്പാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബൈപ്പാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ബീവറേജ് ആയിരിക്കും. നമ്മുടെ ബീവറേജ് അല്ല, അവിടെ ബീവറേജ് ഇതിന്റെ സൈഡിലുള്ള ചായക്കട എവിടെയെങ്കിലും തുറന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കുക, ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. எப்ப பார்த்தாலும் சோறு சோறு சோறுன்னு. അപ്പോൾ ബൈപ്പാസിലെ നല്ല കടയൊക്കെ നമുക്ക് തേടി പാട്ടോ. അപ്പോൾ ഞങ്ങള് ഹൈവേ അപ്പോൾ നമ്മളെല്ലാം പോലീസ് പിടിച്ചാൽ போலீஸ்னா பவர், அதோட இம்பாக்ட் പോലീസ് പിടിച്ചാൽ அந்த லெவல்ல இருக்கும். എല്ലാവർക്കും ഹെൽമെറ്റ് ഇല്ല. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ ഇവിടെ എല്ലാം ഫുള്ളാണ് ക്യാമറ. അപ്പൊ ക്യാമറയിൽ ഒരു ദിവസം 500 രൂപ പെറ്റി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ 2000 രൂപ
കിട്ടി. അപ്പൊ 1000 രാവിലെ ഞങ്ങൾ അച്ഛന്റെ മൊബൈലിലായിരിക്കും മെസ്സേജ്. മൊബൈൽ എടുത്ത് നോക്കുമ്പോ അറിയാം അതുകൊണ്ട് എന്റെ ആട്ട വെച്ച് മുട്ട ചേർക്കണം വില ചേർക്കണം ബൈക്കിൽ പോയി ജോലി മുടിച്ച് எப்படி போய் அப்படியே போட்டு அதை போட்டு பார்க்க போறேன். ഹൈവേ വന്ന് ഹൈവേയിലുള്ള കടയാണ് ഹൈവേയിൽ ഇത്രയും കട കൊണ്ട് ഞാൻ ഒത്തിരി കളക്ഷൻ ഉണ്ട് நம்ம வந்த வேலையை பார்த்துட்டு போவோம். வேண்டாம் guys, நம்ம லவ் வேண்டாம். லவ் பண்ணா அடிப்பாங்க. அப்போ நமக்கு லவ் வேண்டாம். பாருங்க கடைகள்லாம் நல்லா கூட்டமா இருக்குது, நல்லா டிராஃபிக்கா இருக்குது, நல்லா ரிச்சு கிடையாது. இப்போ ஃபுட்டு எல்லாம் நல்லா தரமா இருக்கு. இப்போ നമ്മളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ എവിടെ കട ഉണ്ട് ആ കടയിൽ മാത്രം നമ്മൾ കയറുക. ഫുഡൊന്നും വേണ്ട. അപ്പൊ ആൾക്കാരെ കാണുമ്പോ നമുക്ക് ഷൈ ആവുന്നു. ആറ് കാര്യങ്ങളോ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും പറയണം, നമ്മളെ ഐ ഡി കാർഡ് വിടുന്നത് ഫോണിൽ ഒരാളില്ല. ഞങ്ങള് ഞാനും എന്റെ അനിയനും എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുക. വലിയ ഭാഗം അങ്ങനത്തെ വിചാരിച്ചെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ഞങ്ങളുടെ ചെറിയ ഭാഗം തോന്നിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള എഫക്റ്റ് ഹെൽമെറ്റ് എല്ലാം വെച്ചിട്ട് പോകുന്നതാണ്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പെനാൽറ്റി വരും, എല്ലാം വരും. யார் அவன் ஷேவிங் பண்ண குரங்கு மாதிரி உட்காந்துருக்கான்? അപ്പോ എല്ലാ ആൾക്കാരും രാത്രി എല്ലാരും ഹോട്ടലിൽ കയറാൻ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ അങ്ങനെ വരുന്നോണ്ടാവും ഇവിടെ എല്ലാം ട്രാഫിക്കാണ്. അപ്പൊ നമ്മള് കുറെ സമയം ഞങ്ങൾ കുറെ ഒരു കാറിട്ടോ ഞാൻ പിന്നാടിയെ വന്നിട്ട് ആണെന്നറിയില്ല. കൊറേ സമയം ഞങ്ങൾ കൊറേ വന്നോണ്ടിരിക്കുക കാറ് എന്തോന്നറിയില്ല. ഞങ്ങളെ മറ്റേ വിചാരിച്ച് കാണും ഞങ്ങള് വലിയ ഡാൻസാണ്. ഞങ്ങള് ഒരു ചെറിയ വീഡിയോ ഇടാനായിട്ട് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ എത്തി ഞങ്ങൾ ഹൈസ്കൂൾ ജംഗ്ഷനിൽ. അപ്പോ ഹൈസ്കൂൾ ജംഗ്ഷനില് നമുക്ക് പോയി ചായക്കട തപ്പി ചായ കുടിക്കും. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഞങ്ങൾ അടുത്ത ചായക്കടയിൽ വെച്ച് ഞങ്ങൾ വ്ലോഗ് ചെയ്യാം. ബൈ. തിരക്കിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അവിടെ പോയപ്പോ ചായ ചോദിച്ചപ്പോ 1/2 മണിക്കൂർ ആവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ കൂട്ടായി. അപ്പൊ ഞങ്ങള് വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോ എല്ലാരും ഞങ്ങൾ കുറെ നോട്ടമാണ്. അപ്പൊ എല്ലാരും ഞങ്ങളെ വല്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഞങ്ങള് വീഡിയോ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്മാർ എന്തോ ചെയ്യുക, എന്തോ എടുക്കുക. ഇവന്മാര് വട്ടന്മാരാ, പ്രാന്തന്മാരാണോ, പ്രാന്ത് പിടിച്ചു മെന്റലാണോ, അങ്ങനെ ഇങ്ങനെയൊക്കെല്ലാം നോക്കുവോ പോയി. അപ്പോ നമ്മള് പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ഇച്ചിരി നാണമൊക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാരും കണ്ടപ്പോ അവിടെ പോയി എടുക്കണോ അങ്ങനെയൊക്കെ ആയി ഞങ്ങൾക്ക്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഈ വ്ളോഗ് ഞങ്ങൾ ഇതോടെ നിർത്താൻ പോവാം. അപ്പോ പിന്നെ ഇനി ഈ അടുത്ത വ്ളോഗിന്റെ ഈ ലാസ്റ്റ് ഞാൻ പറയുക, ഈ യൂട്യൂബ് ചാനലിന്റെ നെയിം DG വ്ളോഗ്. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത് ഫുൾ സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആൾക്കാരെ ഷെയർ ചെയ്യണേ. മറക്കാതെ ഷെയർ ചെയ്യണം. അല്ലാതെ ബെൽ ബട്ടൺ ലൈറ്റ് ഇങ്ങോട്ട് ആട്ടി ഇട്ടാണ് പോണം. ഓക്കെ, പൊട്ടിച്ചേക്ക് ടാറ്റാ. ബെൽ ബട്ടനെ പൊട്ടിക്കാൻ നോക്കണം.